മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കുന്നത് ഷാഫിയുടെ ഭൂരിപക്ഷത്തെ മറികടന്നിരിക്കുന്നു. പലതരത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് അല്ലേ ഉണ്ണിബാലകൃഷ്ണൻ? പലതരത്തിൽ. കാരണം നഗരസഭയിലെ വിജയം, ആദ്യമായി UDF നഗരസഭയിലേക്ക് കടന്നു കയറി BJP അവിടെ തറ പറ്റിക്കുന്നു. അതുകൂടാതെ ഈ പറയുന്ന ഭൂരിപക്ഷവും നിശ്ചയമായും. കാരണം വെച്ചാൽ ഈ പറയുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി ആയിരിക്കും ഏറ്റവും വലിയ നേട്ടം BJPക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് BJP പ്രതീക്ഷിച്ചിരുന്ന, എന്തിനേറെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്താണ് ആദ്യഘട്ടത്തിൽ തന്നെ BJP അടിപതറിയത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 497 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൃഷ്ണകുമാർ എന്ന് പറയുന്ന ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് അന്നുണ്ടായിരുന്നു. അന്ന് E. ശ്രീധരൻ്റെ ഭൂരിപക്ഷം 2021 6000 എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വലിയ വീഴ്ചയാണ് അവിടെ ഉണ്ടായത്. എന്നാൽ ഇക്കുറി കൃഷ്ണകുമാറിന് സംഭവിച്ചിരിക്കുന്നത്, കൃഷ്ണകുമാറിൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമായത്. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയാണ് കാര്യങ്ങൾ പുരോഗമിച്ചത്. അത് പിരായിരിയിലാണെങ്കിലും കണ്ണാടിയിലാണെങ്കിലും മാത്തൂരിലാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പാലക്കാട് BJP എങ്ങനെ തകർന്നടിഞ്ഞു എന്നൊരു പരിശോധന പാർട്ടിക്ക് നടത്തേണ്ടി വരില്ലേ? അത് സ്ഥാനാർത്ഥിയോടുള്ള ആന്റി ഇൻകംപൻസി ആണോ, അതോ BJPക്ക് അകത്തെ പ്രശ്നങ്ങളാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു ആത്മപരിശോധനയും ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരില്ലേ ഉറപ്പായിട്ടും? അതിന്റെ കാരണം എന്താണെന്നറിയോ സ്മൃതി? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നല്ല പ്രകടനമാണ് കൃഷ്ണകുമാർ ഇവിടെ കാഴ്ചവെച്ചിരുന്നത്. ഒരു 2000-3000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് കൃഷ്ണകുമാർ തോൽക്കുന്നതെന്ന് വിചാരിക്കുക, 2ാം സ്ഥാനത്ത് എത്തുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് 2026 വീണ്ടും BJPക്ക് ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ എന്താണ്, ഏകപക്ഷീയമായി കോൺഗ്രസ് പാലക്കാട് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. മണ്ഡലം എന്നുള്ള ഇനിയില്ലെന്ന് മാത്രവുമല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സാധ്യതയും കൽപ്പിക്കാത്തൊരു മണ്ഡലമായിട്ട് പാലക്കാട് മാറുമെന്ന് മാത്രവുമല്ല, വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചുവരവ് പോലും അവിടെ നടത്താൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ മാറും. പാലക്കാടിൻ്റെ സ്ഥിതി അതാണ്. ചേലക്കര നിശ്ചയമായും CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിജയമാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ സർക്കാർ വിരുദ്ധ തരംഗമില്ല ഇപ്പോൾ എന്ന് CPM-ന് പ്രചാരണം നടത്താൻ കഴിയും പാകത്തിലൊരു വിജയം സമ്മാനിച്ചു കൊടുത്തിരിക്കുന്നു ചേലക്കര സിറ്റിംഗ് മണ്ഡലമായിരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന 40,000-ത്തിനടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ടൊരു 20-25,000 വോട്ട് കുറച്ചു കൊണ്ടുവരാൻ കോൺഗ്രസിന് അവിടെ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമായി കാണണ്ട. സംഭവിച്ചിട്ടുണ്ടല്ലോ. അതെ, എന്ന് മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ BJPയുടെ വോട്ട് വർധനയാണ്. BJPയുടെ വോട്ട് ഏതാണ്ടൊരു 7000-ഓളം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് അവിടെ. ആ 7000 വോട്ട് എവിടെ നിന്നാണ് പോയിരിക്കുന്നത്? അതൊരു സംശയവും വേണ്ട, UDF-ൽ നിന്നാണ് പോയിരിക്കുന്നത്. അപ്പോൾ UDF-ൽ നിന്ന് BJPയിലേക്ക് വോട്ട് ഒഴുക്കുണ്ടാകുന്നു. അതേപോലെ 10,000 വോട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് NDA. അതാ പറഞ്ഞത് 10,000 വോട്ട്. ആ 10,000 വോട്ട് എന്ന് പറയുന്നത് പോകുന്നത് സ്വാഭാവികമായിട്ടും UDF-ന്റെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ്. അതിനോടൊപ്പം UDF-ന്റെ പോക്കറ്റിൽ നിന്ന് പോകുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ സുധീർ അവിടെ വോട്ട് പിടിക്കുന്നുണ്ട്. UDF-ന്റെ പോക്കറ്റിൽ നിന്ന് പോയ വോട്ടും സുധീറിന്റെ വോട്ടും കൂടെ കൂടിയതാണ് 12,000 സംതിങ് വരുന്നത് എന്ന് പറയുന്നത്. അപ്പം നഷ്ടം സംഭവിച്ചിരിക്കുന്നത് UDF-നാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ നടന്നിരിക്കുന്ന ആ ഫൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് UDF-ന് നെഗറ്റീവ് ആവുന്നൊരു ഫൈറ്റ് ആയിരുന്നു.